വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയയാണ് എലമെന്റ്സ് ഓഫ് CVP അനാലിസിസ് എന്നുള്ളത്. അതിൽ ആദ്യമായിട്ട് മാർജിനൽ കോസ്റ്റിംഗ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റ് എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 രൂപയായിരുന്നു. 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2 രൂപ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ ആ 2 രൂപേനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ഒരു യൂണിറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്ട്രാ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്ത് വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷന് ചാർജ് ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോസ്റ്റിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാറുണ്ട്, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. പ്രൊഡക്ഷൻ മാറുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും പ്രൊഡക്ഷനിൽ എത്ര മാറ്റം വന്നാലും മാറാതെ നിൽക്കുന്ന കോസ്റ്റിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഷൂ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ലെതർ, അത് ഒരു ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര അളവാണ് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്ട്രാ എന്ത് വേണ്ടി വരും? ലെതർ ആവശ്യമായിട്ട് വരും. അപ്പം പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാ. ഇനി നേരെ മറിച്ച് ഫിക്സഡ് കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഫാക്ടറിയുടെ ഒരു വശത്തെ റെന്റ്, പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും റെന്റ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും, അതിന് മാറ്റമില്ല. കോസ്റ്റ് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും. ഇതിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം പ്രൊഡക്റ്റിന് അസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കുക. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് 50 രൂപ ഫിക്സഡ് കോസ്റ്റും 50 രൂപ വേരിയബിൾ കോസ്റ്റും ആണെന്ന് വിചാരിക്കാം. 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 100 രൂപയാണ് വരുന്നത്. അതില് 50 രൂപ ഫിക്സഡ് കോസ്റ്റും 50 രൂപ വേരിയബിൾ കോസ്റ്റും ആണെന്ന് വിചാരിക്കാം. 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് 101 രൂപയാവുന്നുണ്ടെങ്കിൽ അതിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എവിടെയാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് ആണ് 50 എന്നുള്ളത് 51 ആയത്. ഫിക്സഡ് കോസ്റ്റ് അപ്പോഴും എന്ത് തന്നെയായിരിക്കും? 50 തന്നെയായിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റിൽ മാറ്റം വരില്ല. അപ്പൊ ഇതുപോലെയുള്ള വേരിയബിൾ കോസ്റ്റ് മാത്രം പ്രൊഡക്റ്റിന് അസൈൻ ചെയ്യുന്നതിനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയാം. ഇതിൽ ഫിക്സഡ് കോസ്റ്റ് പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് പ്രൊഡക്റ്റിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കില്ല. അത് പീരീഡ് കോസ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ്, CVP അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, ഇതിന്റെ എല്ലാ അസംഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഒന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഫിക്സഡ് കോസ്റ്റ് എല്ലാ ലെവലിലും കോൺസ്റ്റന്റ് ആയിരിക്കും. 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നതിൽ മാറ്റം വരും. പക്ഷെ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് വേരി ചെയ്യില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. മെറ്റീരിയലിന്റെ പ്രൈസ്, ലേബർ റേറ്റ് അല്ലെങ്കിൽ ലേബർ വേജ്, ഇതെല്ലാം അൺചേഞ്ച്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കോസ്റ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരേ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് പ്രൊഡക്ഷൻ ആണ്. സ്റ്റോക്ക് ഇല്ല. ഇത്രയുമാണ് മാർജിനൽ കോസ്റ്റിംഗിന്റെ അസംഷൻസ്. അടുത്തത് CVP അനാലിസിസ് ആണ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. വോളിയം ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും അഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് CVP അനാലിസിസിൽ പറയാം. 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുനിന്ന് 6000 യൂണിറ്റ് ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ 5000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുനിന്ന് 4000 യൂണിറ്റ് ആവുകയാണെങ്കിൽ, അതാണ് നമ്മൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതിലുണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും ബാധിക്കുന്നത് എന്നുള്ളതാണ് CVP അനാലിസിസിൽ നോക്കുന്നത്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ്. വോളിയത്തിൽ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന മാറ്റം എങ്ങനെയാണ് പ്രോഫിറ്റിൽ ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്, ഇതാണ് CVP അനാലിസിസിൽ ചെക്ക് ചെയ്യുന്നത്. അടുത്തത് എലമെന്റ്സ് ഓഫ് CVP അനാലിസിസ് ആണ്. മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഈവൻ ചാർട്ട്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ്. ഇത്രയുമാണ് CVP അനാലിസിസിന്റെ എലമെന്റ് ആയിട്ട് വരാറുള്ളത്. ഒന്നാമത്തത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ ആണ്. ഇതിൽ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ സെയിൽസ് എന്ന വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്താലും നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് സെയിൽസ് എന്ന വേരിയബിൾ കോസ്റ്റ് പോയാൽ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് പോയാൽ എബിറ്റ്, എബിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പോയാൽ EBT, അതിൽ നിന്ന് ടാക്സ് പോയാൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ്. അപ്പൊ ഈ ഒരു മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത എലമെന്റ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. മാർജിനൽ കോസ്റ്റിംഗില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിംഗില് പ്രോഫിറ്റ് ആയിട്ട് പരിഗണിക്കുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. ഇവിടെ കോൺട്രിബ്യൂഷൻ ഉദ്ദേശിക്കുന്നത് ഫൈനൽ പ്രോഫിറ്റ് അല്ല, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് പറയാം. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പോയാൽ കിട്ടുന്ന എമൗണ്ടിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിന് മേളിൽ എത്രയാണോ സെയിൽസ് ഉള്ളത്, എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് പോയാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷനെയാണ്. പറഞ്ഞതുപോലെ ഇതൊരു ഫൈനൽ പ്രോഫിറ്റ് അല്ല, ഒരു ഗ്രോസ് പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാം. ഇത് കോൺട്രിബ്യൂഷൻ മാർജിൻ എന്നും ഗ്രോസ് മാർജിൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആഡ് ചെയ്താലും കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. അടുത്ത ഏരിയ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ പോയിന്റ്, നോ പ്രോഫിറ്റ് നോ ലോസ് ഏരിയ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ലാഭമോ നഷ്ടമോ ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ സെയിൽസ് അതിന്റെ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ഒരു കമ്പനിയുടെ സെയിൽസ് വിറ്റ് കിട്ടുന്നത് 50,000 രൂപയാണ്, അവർക്ക് ഉണ്ടാവുന്ന കോസ്റ്റും 50,000 രൂപയാണെങ്കിൽ അതാണ് അതിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. ലാഭമോ നഷ്ടമോ ഇല്ലാത്ത പോയിന്റിനെയാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സെയിൽസ് ലൈൻ കോസ്റ്റിന് ഈക്വൽ ആവുന്ന അവസ്ഥയെ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയാം. ഇത് ബ്രെഡ് ഏർണിംഗ് പോയിന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ കണ്ടുപിടിക്കാൻ വരാം, അല്ലെങ്കിൽ സെയിൽസിൽ കണ്ടുപിടിക്കാനും വരാം. ബ്രേക്ക് ഈവൻ പോയിന്റ് യൂണിറ്റിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസിൽ അല്ലെങ്കിൽ റുപ്പീസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് എക്സ്പെൻസ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ആണ്. 500 യൂണിറ്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫേമിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. 501ാമത്തെ യൂണിറ്റ് ആവുമ്പോൾ അവർ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ തുടങ്ങും. അത് 499ാമത്തെ പോയിന്റ് ആകുമ്പോൾ 499ാമത്തെ യൂണിറ്റ് ആകുമ്പോൾ അവർക്ക് നഷ്ടമായിരിക്കും. അപ്പൊ ലാഭവും നഷ്ടവും ഇല്ലാത്ത എലമെന്റിനെ അല്ലെങ്കിൽ ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അത് ഓർത്തിരിക്കുക. അടുത്ത ടോപ്പിക്കാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ സെയിൽസിന് മേളിൽ എത്ര സെയിൽസ് ഉണ്ടോ അതിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. അല്ലെങ്കിൽ ആക്ച്വൽ സെയിൽസും ബ്രേക്ക് ഈവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മാർജിൻ ഓഫ് സേഫ്റ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് 500 യൂണിറ്റ് വിൽക്കുമ്പോഴാണ് ഒരു ഫേമിന്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ആക്ച്വൽ സെയിൽസ് 800 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 300 യൂണിറ്റ് ആണ് അവരുടെ എന്തെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ബ്രേക്ക് ഈവൻ സെയിൽസിന് മേളിൽ എത്രയാണോ എക്സസ് ഉള്ളത് ആക്ച്വൽ സെയിൽസ്, ഇതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം.
ഇത് കണ്ടുപിടിക്കാൻ ആക്ച്വൽ സെയിൽസ് നിന്ന് ബ്രേക്ക് ഈവൻ സെയിൽസ് കുറച്ചാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ 1000 യൂണിറ്റ് ആണ് വിൽക്കുന്നത്, അവരുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് 500 ആണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എത്രയാണ്? 500. 1000 നിന്ന് 500 മൈനസ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയാം. ബ്രേക്ക് ഈവൻ സെയിൽസിന് മുകളിൽ എത്രയാണോ സെയിൽസ് ഉള്ളത് ഇതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി ഉള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. ഇത് പഠിക്കാനും എളുപ്പമാണ്. വോളിയം നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് സെയിൽസിനെയാണ്. മാർജിനൽ കോസ്റ്റിംഗിൽ പ്രോഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ ആണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ അത് കണ്ടുപിടിക്കേണ്ടത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. ഇവിടെ പ്രോഫിറ്റ് എന്നുള്ളത് കോൺട്രിബ്യൂഷൻ ആണെന്ന് ഓർത്തിരിക്കുക. വോളിയം എന്ന് പറയുന്നത് സെയിൽസിനെയാണ്. അപ്പൊ ഇക്വേഷൻ എളുപ്പമാണ്. പ്രോഫിറ്റ് വോളിയം റേഷ്യോ ആ ടേം തന്നെ നമുക്ക് കിട്ടും. പ്രോഫിറ്റ് ഇവിടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ് PV റേഷ്യോ എന്ന് പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് PV റേഷ്യോയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത ഏരിയ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ആണ്. ബ്രേക്ക് ഈവൻ പോയിന്റിന്റെ ചാർട്ട് വരയ്ക്കുന്ന സമയത്ത് സെയിൽസ് ലൈൻ ടോട്ടൽ കോസ്റ്റ് ലൈനെ കട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ആ ആംഗിളിൽ ഫോം ചെയ്യുന്നതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയാം. സെയിൽസ് ലൈൻ നമുക്കറിയാം ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് സെയിൽസ് കോസ്റ്റിന് ഈക്വൽ ആവുന്ന പോയിന്റിനെയാണ്. അപ്പൊ സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനിന്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ റേറ്റിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആംഗിൾ ഹയർ ഒരു വലിയ ലാർജ് ആംഗിൾ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹയർ പ്രോഫിറ്റും, ഇനി ചെറിയ രീതിയിലുള്ള ആംഗിൾ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോവർ പ്രോഫിറ്റിനെയാണ് കാണിക്കുന്നത്. ലാർജ് ആംഗിൾ ഹയർ പ്രോഫിറ്റിനെ, നേരെ മറിച്ചാണെങ്കിൽ ലോവർ പ്രോഫിറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.